ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ അമ്മയുടെ കടയുടെ ഫ്രണ്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു സ്പേസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ചായയൊക്കെ ചായ ആയാലും ചുമ്മാ ഇടയ്ക്കൊക്കെ വന്ന് കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കും. അപ്പോഴാണ് കേട്ടോ ഞാൻ ഒരു കാര്യം കണ്ട് ഞാൻ വിചാരിച്ച പോലും ഇല്ല. എന്താ പറഞ്ഞാൽ നമ്മുടെ 4 മണിയില്ലേ, 4 മണി അവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 4 മണിയാണെന്നാണ്. അപ്പോൾ അവിടെ കുറേ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറിച്ചങ്ങ് എടുത്തു കുറേ. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എന്തുണ്ടെങ്കിലും മുളങ്ങ് പറിച്ചോ, മേടിക്കണ്ട, മുളക് പറിച്ചു, ഞാൻ ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ പറിക്കും, എന്ത് വേണേലും പറിക്കും. അതിനുശേഷം ഞാനത് ടേബിളിൽ കൊണ്ട് വെച്ച് നമ്മുടെ ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഞാനിപ്പോൾ വെച്ചേക്കുന്ന ചെടിക്ക് അങ്ങനെ അധികം വെള്ളമൊന്നും വേണ്ട, പക്ഷെ ഞാൻ ഒഴിക്കും കേട്ടോ. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒഴിക്കും, ഇലകളും കഴുകി അങ്ങനെ. പിന്നെ ഇവിടെ കുറേ അധികം നമ്മുടെ എന്താ പറയുക, മുള്ള് ചീരയുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സൂം ചെയ്താൽ കാണാൻ പറ്റുമായിരിക്കും, ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, അതാണ് കേട്ടോ. പിന്നെ ഇവിടെ ചീരയാണ് കേട്ടോ, ഫുൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഫുൾ ചീര, ഫുൾ ചീരയാണ് കേട്ടോ. പിന്നെ ഇവിടെ പാതിയും തൊട്ടാവാടിയും നമ്മുടെ 4 മണിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ ചെടി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വേസ്റ്റാണ്, ഭയങ്കര വേസ്റ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര വേസ്റ്റ്. അതുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങാറൊന്നുമില്ല കേട്ടോ കൂടെ, ഞാൻ വേറെ വഴിയാണ്. പിന്നെ ഞാൻ ലോഗോയുടെ അവിടേക്ക് ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്തു, ഗാർഡനെ കുറിച്ചൊക്കെയുള്ള. പിന്നെ ഞാൻ പല പല അഭിപ്രായങ്ങളൊക്കെ കാണിച്ചു. പിന്നെ നമ്മുടെ ഒരു കാര്യം ആലോചിച്ചപ്പോഴാണ്, അപ്പം നേരത്ത് നമ്മുടെ ഫ്ലോബീസിൽ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ തട്ടിക്കളഞ്ഞു. അതൊക്കെ ഒന്ന് തൊട്ടാൽ മതി, അപ്പം പൊയ്ക്കോളും, നല്ല ഉണ്ടാവില്ലിരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഊതിക്കളഞ്ഞു കുറേ. പിന്നെ ഞാൻ നോക്കാൻ നേരത്ത് അതങ്ങ് മാറ്റി വയ്ക്കുന്നില്ല എന്നില്ലെന്ന് വിചാരിച്ച് തൂത്തേന് ശേഷം മാറ്റി വെച്ചു. നമ്മുടെ ഡ്രാഗൺ മണി പ്ലാന്റ് അങ്ങനെ എന്താ കണ്ടാൽ തോന്നുന്നു, തുടച്ച് കൊടുത്തു. പ്ലാസ്റ്റിക്കാണ്, പക്ഷെ കണ്ട് കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും ചെയ്ത് ഇത് വളർത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് പ്ലാസ്റ്റിക്കാണ്, പ്ലാസ്റ്റിക് തൂട്ടോ എന്നൊന്നും കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു, എന്താണെന്നറിയില്ല. പിന്നെ നമ്മുടെ ലോഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ലോഗോ കാണാൻ എന്തോ ഒരു ഭംഗിയില്ലേ. പിന്നെ നമ്മുടെ കുറേ സാധനങ്ങളെയൊക്കെ കണ്ടിരുന്നു. പിന്നെ എനിക്കൊരാഗ്രഹം തോന്നുന്നു, അങ്ങനെ ഞാൻ പിന്നെയും വന്നിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറയിലേക്ക് നോക്കി. എങ്കിൽ എല്ലാവർക്കും ടാറ്റാ, ബൈ.